ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലത്തെ HMPV സെൽ ഓഫിന് ശേഷം നമ്മൾ ഇന്ന് ഒരു റിക്കവറിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ 1000 പോയിൻറ്റോളം ജാപ്പനീസ് നിക്കി ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ്. അമേരിക്ക വീണ്ടും വലിയ രീതിയിലുള്ള താരിഫ് ചൈനീസ് പ്രൊഡക്റ്റുകൾ മേൽ ഇമ്പോസ് ചെയ്യുന്നുള്ളൊരു ഭീതിയാണ് ചൈനീസ് മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റിക്ക് കാരണം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും റാലി ചെയ്തിരിക്കുകയാണ്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികൾ തന്നെയാണ് റാലി ചെയ്തിരിക്കുന്നത്. എൻവിഡിയ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ $3.66 ട്രില്യൺ ആണ്. ആപ്പിളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.7 ട്രില്യൺ ആണ്. എൻവിഡിയയുടെ സിഇഒയുടെ സ്പീച്ച് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ അമേരിക്കൻ മാർക്കറ്റിലുണ്ടാവുന്ന ചലനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ടെക്നോളജി സ്റ്റോക്കുകളുടെ റാലി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ വീണ്ടും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഹോളിഡേക്ക് ശേഷം തുറന്നപ്പോൾ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകളും ഇന്നലെ വീക്കായിരുന്നു. തൈവനീസ് മാർക്കറ്റ് ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റ് അറൗണ്ട് 1000 പോയിൻറ്റ്, ജാപ്പനീസ് നിക്കൈ ബെറ്റർ ആണ്. മറ്റു മാർക്കറ്റുകളൊക്കെ ഒരു മിക്സഡ് ട്രെൻഡാണ്. കൊറിയൻ മാർക്കറ്റ് ബെറ്റർ ആണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ നല്ലൊരു സെൽ ഓഫാണ് കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇമ്പാക്റ്റ് ആണ്. അക്രോസ് ഇന്ത്യയിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റ് ഹെൽത്ത് ഏജൻസീസും പറയുന്നത് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാണ്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ളൂ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് സീരിയസ് ഇമ്പാക്റ്റാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷേ അതിന്ന് റിക്കവർ ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം സിൽവർ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പറും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ സിൽവർ തന്നെയാണ് വീണ്ടും ഒരു അട്രാക്ഷൻ കാണിക്കുന്നത്. മിക്കവാറും ഇൻഡസ്ട്രിയൽ യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ സിൽവർ പ്രൈസ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് LG ഇലക്ട്രോണിക്സ് ആയിട്ട് ഒരു ടൈപ്പ് വരികയാണ്. ഹോം എക്യുപ്മെൻറ്റുകളിൽ മുഴുവൻ AI ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഹോം എക്യുപ്മെൻറ്റുകളിലും അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളിലൊക്കെ AI വരികയാണെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിനെ സംബന്ധിച്ചും LG ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. LG ഇലക്ട്രോണിക്സ് അടുത്ത് ഇന്ത്യയിൽ IPO വരികയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് LG ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യയിലെ സർവീസസ് PMI ഡിസംബറിൽ 59.3 ആണ്. ഒരു സ്ട്രോങ് ഗ്രോത്ത് ആണ് ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിലൊക്കെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ PSU സ്റ്റോക്ക് ITI 90% ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അതോടൊപ്പം തന്നെ 7.9% ഹോൾഡ് ചെയ്യുന്നത് ഒരു നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ്. ബാലൻസ് 1.78% പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോളാർ മോഡ്യൂൾ രംഗത്തേക്കും മാനുഫാക്ചറിങ് രംഗത്തേക്കും കമ്പനി കിടക്കുകയാണ്. ITIനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. 960.89 കോടിയാണ് ഈ ഇക്വിറ്റി ക്യാപിറ്റൽ. ഗവൺമെൻറ് ബാക്കി ഉള്ള സ്റ്റേക്ക്, അതായത് 75% മുകളിലുള്ള സ്റ്റേക്ക് അൺലോഡ് ചെയ്യണം മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് കൂടിയേക്കാം. പക്ഷേ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് $3 ബില്യൺ സബ്സിഡിയാണ്. ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ബഡ്ജറ്റിൽ കൂടെ പ്ലാൻ ചെയ്യുന്ന ന്യൂസുകളൊക്കെയുണ്ട്. ഇത് തീർച്ചയായിട്ടും ITI പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പവർ ട്രാൻസ്മിഷൻ രംഗത്ത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. 2032 ആകുമ്പോഴേക്കും $107 ബില്യൺ വർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ് പറയുന്നത്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഡാറ്റാ സെൻറ്റർ എക്സ്പാൻഷൻ റിലേറ്റഡ്, പവർ റിലേറ്റഡ് നമ്മുടെ കമൻട്രിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പവർ ഗ്രിഡ് അതുപോലെ തന്നെ അഡാനി ട്രാൻസ്മിഷൻ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. അഡാനി ട്രാൻസ്മിഷൻ ഇപ്പോഴത്തെ അഡാനി എനർജി സൊല്യൂഷൻസ് ആണ്.
ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ലോധ Q3 അപ്ഡേറ്റ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഡയറക്റ്റായിട്ട് കിരാന സ്റ്റോഴ്സിന് സപ്ലൈ ചെയ്യാനുള്ള തീരുമാനം എടുത്തിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഓർഡർ ടേക്കിങ്ങും അതുപോലെ തന്നെ ഫണ്ട് കളക്ഷനും മാത്രമായിട്ട് മാറ്റുകയാണ്. ഒപ്പം കിരാന സ്റ്റോഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റിയും ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ FMCG രംഗത്ത് വീണ്ടും വലിയ രീതിയിലുള്ള കോൺസെൻട്രേഷനാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ച്. ഈ NMDC കുദ്രമുഖ് അയൺ ഓർ കമ്പനിയായിട്ട് മെർജ് ചെയ്യാനുള്ള പ്രപ്പോസൽ മിനിസ്ട്രിയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. കർണാടകയിലുള്ള ഒരു അയൺ ഓർ മൈനിങ് കമ്പനിയാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ് 100%. NMDCനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. തീർച്ചയായിട്ടും ഈ ഒരു മെർജർ സാധ്യമാവുകയാണെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റിലും NMDCക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടാണ്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി അഡാനി പെട്രോളിയം ലിമിറ്റഡ് ഇൻഡോരാമ തായ്ലൻഡായിട്ടൊരു JV വരെയാണ്. കെമിക്കൽ റിഫൈനറി രംഗത്തേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അഡാനി എൻ്റർപ്രൈസ് ഒരു ഇൻക്യുബേറ്റർ ആണ്. അപ്പോൾ ഭാവിയിൽ ധാരാളം ഡീമർജേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. പവർ ഗ്രിഡിന് വീണ്ടും പുതിയ 2 പ്രൊജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷനാണ്. ഗുജറാത്തും കർണാടകയും തമ്മിലാണ്. പോസിറ്റീവ് ന്യൂസാണ്. BPCL അവരുടെ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്, മഹാരാഷ്ട്ര നാച്ചുറൽ ഗ്യാസ് ലിമിറ്റഡ്. ഈ കമ്പനിയുടെ IPOയ്ക്ക് നോഡ് കൊടുത്തിട്ടുണ്ട്. ഗെയിലും ഇന്ദ്രപ്രസ്ഥ ഗ്യാസാണ് മറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്നേഴ്സ്. അപ്പോൾ ഈ 3 കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡൈനമിക് സർവീസസ് ആൻഡ് സെക്യൂരിറ്റി സൊല്യൂഷൻസിന് 476 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓറിയോൺ സെക്യൂരിറ്റി സർവീസസിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ CLSA ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റാണ് 2025 പിക്കുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഉണ്ട്, TCS ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, ITC ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, ONGC ഉണ്ട്, SBI ലൈഫ് ഉണ്ട്, ഹിൻഡാൽകോ ഉണ്ട്, JSPL ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, NTPC ഉണ്ട്, നെസ്ലെ ഉണ്ട്, ബ്രിട്ടാനിയ ഉണ്ട്. അവർ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള HDFC ബാങ്കിനെയാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. പല ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇത്തരത്തിലുള്ള ഡിസിഷൻസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് ഒരു പക്ഷേ ഈ സ്റ്റോക്കുകളിലൊക്കെ ചെറുതായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ച് IPOs ഉണ്ട്. ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള IPOs ഉണ്ട്. അതോടൊപ്പം തന്നെ പുതിയ IPO ഇന്ന് ഓപ്പൺ ചെയ്യുന്ന IPO ഉണ്ട്. ഡെൽറ്റ ഓട്ടോ കോർപ്പ് ഉണ്ട്. NSE SMEയിലാണ് 1000 മാർക്കറ്റിലോട്ട് ഇന്ന് ഓപ്പൺ ചെയ്ത് 9-ാം തീയതി അവസാനിക്കും. SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് മെയിൻ ബോർഡ് IPO ആണ്. ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. 290 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. റെയിൽവേ അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഒപ്പം ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുണ്ട്. BSE SMEയിലാണ്. മാർക്കറ്റിലോട്ട് 1000 വരുന്നത്. ഈ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 9-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല ഒരു SME ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഫാബ് ടെക് ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി 170.85 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. BSE SMEയിലാണ്. നല്ലൊരു കമ്പനിയാണ്. 85 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഒപ്പം ഓപ്പൺ ആയിട്ടുള്ള മെയിൻ ബോർഡ് IPO സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് 140 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. 13.67 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. 8-ാം തീയതി അവസാനിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്ലോബൽ വൊളാറ്റിലിറ്റി അതുപോലെ തന്നെ HMPV റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വരുന്നത് തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഫിനാൻസ് മിനിസ്ട്രി പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻസിന് ഒക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു വൊളാറ്റിലിറ്റിയൊക്കെ അതാത് സെക്ടറുകളിലും സ്റ്റോക്കുകളിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.